ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നലെ വന്നിരുന്നു. 0.25% നിരക്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് മുമ്പ് ഡൗ ജോൺസ് അതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സുകളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈനടുത്ത് എത്തിയിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് അനൗൺസ്മെൻറ്റിന് ശേഷം എല്ലാ ഇൻഡെക്സുകളിലും സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. ഡൗ ജോൺസ് എന്നിരുന്നാലും 260.42 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകൾ സ്ലൈറ്റ്ലി വീക്കാണ്. റസൽ 2000 ഇൻഡെക്സ് 3.98 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIA അടക്കമുള്ള പല ടെക്നോളജി സ്റ്റോക്കുകളിലും ഇന്നലെ സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു. അതേസമയം ടെസ്ല, ആപ്പിള്, മൈക്രോസോഫ്റ്റ് ഈ സ്റ്റോക്കുകളാണ് പിടിച്ചു നിന്നിട്ടുള്ളത്. ഒപ്പം ആൽഫബെറ്റും മെറ്റാ പ്ലാറ്റ്ഫോമും നല്ല പെർഫോമൻസ് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും ഈ ടെക്നോളജി സ്റ്റോക്കുകൾ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഇന്നലെ ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ചൈനീസ് ഇൻഡെക്സുകൾ പലതും 10 ഇയർ ഹൈയിലും അതുപോലെ തന്നെ 4 ഇയർ ഹൈയിലൊക്കെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഈ ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് പുതിയ റെക്കോർഡ് ഹൈയിലാണ്. ഒപ്പം ഹോങ്കോങ് മാർക്കറ്റും പുതിയ 52 വീക്ക് ഹൈയിലാണ്. കൊറിയൻ മാർക്കറ്റും റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. തൈവാനീസ് മാർക്കറ്റും റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനയിൽ ഇന്ന് മോർണിംഗിൽ പുതിയ 10 ഇയർ 4 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷേ സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും AI റിലേറ്റഡ്, ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് ചൈനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചൈനീസ് ഗവൺമെൻറ് ചൈനീസ് കമ്പനികളോട് NVIDIAയുടെ ഒരു കാറ്റഗറി ചിപ്പുകൾ വാങ്ങരുത് എന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് NVIDIA സ്റ്റോക്കിലൊക്കെ കണ്ടിരുന്നു. അതേസമയം ചൈനയിൽ ഇത്തരത്തിലുള്ള ചിപ്പുകളൊക്കെ സെൽഫായിട്ട് ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഈ ചൈനീസ് ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ചിപ്പ് റിലേറ്റഡ്, AI റിലേറ്റഡ് സ്റ്റോക്കുകളിലെല്ലാം കാണുന്നത്. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെയും നമ്മുടെ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. ഒപ്പം കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ റേറ്റ് കട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം 3707.57 വരെയൊക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ റേറ്റ് കട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട് ഗോൾഡിൽ. സ്പോട്ട് ഗോൾഡിൻ്റെ ഇന്നത്തെ മോർണിംഗ് 7:45 ട്രേഡിംഗ് പ്രൈസ് $653 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ സിൽവർ നോക്കുകയാണെങ്കിൽ $41.9 പെർ ഔൺസ് ആണ്. ഇന്നലെ കോപ്പർ, അതുപോലെ തന്നെ അലുമിനിയം, സിങ്ക്, അയൺ ഓർ ഈ കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഈ കമോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 87.75 പെർ ഡോളറാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്ന ക്ലോസിംഗ് പ്രൈസ്. അതോടൊപ്പം തന്നെ ചൈനയിൽ ഗോൾഡ് ഇമ്പോർട്ട് ലിബറലൈസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. തീർച്ചയായിട്ടും ചൈന ഗോൾഡ് ഇമ്പോർട്ട് ലിബറലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഗോൾഡ് പ്രൈസിൽ കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഗോൾഡ് പ്രൈസ് ചൈന നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് കറൻസി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കാരണം രൂപ അല്ലെങ്കിൽ ഒരു കറൻസി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇമ്പോർട്ട് ഈസി ആയിട്ട് നടത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിസിഷൻസ് ഗോൾഡ് പ്രൈസിൽ സമീപ ഭാവിയിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയിലെ ETFകൾ വീണ്ടും സെല്ലിംഗ് നടത്തിയിരിക്കുകയാണ് ഗോൾഡിൽ ഓഗസ്റ്റ് മാസത്തിലും. അതേസമയം
ജുവലറി സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഒപ്പം ചൈന ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിൻ്റെ ക്വാണ്ടിറ്റി ഓഗസ്റ്റ് മാസത്തിലും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സഡ് ന്യൂസാണ് ചൈനയിൽ നിന്ന് ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും US റേറ്റ് റിഡക്ഷന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഗോൾഡ് പ്രൈസിലുണ്ട്. അടുത്ത ദിവസങ്ങളിലും ചെറിയ രീതിയിലൊരു വൊളാറ്റിലിറ്റി ഗോൾഡ് പ്രൈസിൽ കണ്ടേക്കാം. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. ഒപ്പം സിൽവറും മുന്നേറാനുള്ള സാധ്യതകളാണ് ഒരു കൺസോൾട്ടേഷൻ മോഡിന് ശേഷം. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 22 മുതൽ നമ്മുടെ GST റിഡക്ഷൻ വരികയാണ്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 22 മുതൽ 100 ദിവസത്തെ ക്യാമ്പയിനും കൂടി വരുന്നുണ്ട്. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരമാണ്. ഈ കോമേഴ്സ് കമ്പനികളെ സംബന്ധിച്ച് നല്ല ന്യൂസാണ്. പ്രത്യേകിച്ച് എറ്റേണൽ, സ്വിഗ്ഗി കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ ഇവൻ്റ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വേദാന്തയുടെ NCLT ഹിയറിംഗ് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നലെയും ഗവൺമെൻറ് ഒബ്ജക്ഷൻ തന്നെയാണ്. രാജസ്ഥാനിലെ റോയൽ ഫീൽഡ് സംബന്ധിച്ചിട്ടുള്ള ഡിസ്ക്ലോഷറാണ് ഗവൺമെൻറ് ചോദിച്ചിട്ടുള്ളത്. ഒക്ടോബർ 8 അടുത്ത ഫൈനൽ ഹിയറിംഗ് വരുന്നത്. അന്നൊരു ഡിസിഷനിൽ എത്തും എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം സെബി, ബാങ്കുകൾ, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നോൺ അഗ്രികൾച്ചറൽ, നോൺ ക്യാഷ് സെറ്റിൽഡ് കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതായത് ഡെലിവറി ബേസ്ഡ് മെറ്റൽ കമ്മോഡിറ്റികളിലൊക്കെ ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകാൻ പോകുന്നത്. ഇനീഷ്യൽ റിപ്പോർട്ട് മാത്രമാണ്, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇത് MCX അതുപോലെ തന്നെ NCDS കമ്മോഡിറ്റികൾ കുറവാണ്. MCSനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്റർ ബിസിനസ് വലിയ രീതിയിലാണ് ഡാറ്റാ സെൻറ്റർ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യ പസഫിക് റീജിയനിൽ ഏറ്റവും കൂടുതൽ പവർ കൺസംഷൻ ഉണ്ടാവാൻ പോകുന്ന ഇന്ത്യയിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പവർ കൺസംഷൻ മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷനും ഇന്ത്യയിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് പവർ സെക്ടറിനും അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിനെ സംബന്ധിച്ച്. ചൈനയിലെ അലുമിനിയം സ്റ്റീൽ പ്രൈസസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലത്തെ അലുമിനിയം സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അഡാനി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള എയർപോർട്ടുകളിലെല്ലാം തന്നെ ടോക്കൺ സിസ്റ്റത്തിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അത് പ്രീ ബുക്ക്ഡ് സെക്യൂരിറ്റി ചെക്കുകൾ. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവാണ്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല എയർപോർട്ടുകളിൽ. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളായ ഹീത്രോ എയർപോർട്ട്, ലണ്ടൻ, അതുപോലെ തന്നെ ലോസ് ആഞ്ചലസ് എയർപോർട്ട്, ആംസ്റ്റർഡാം, ഈ എയർപോർട്ടുകളിലൊക്കെ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലും അഡാനി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള 8 എയർപോർട്ടുകളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. അതോടൊപ്പം തന്നെ നെയിം ചേഞ്ച് നടത്തിയിട്ടുള്ള ഒരു കമ്പനി സിങ്ക ലോജിസ്റ്റിക്സ് ആണ്. ബ്ലാക്ക് ബെക്ക് എന്നാണ് പുതിയ നെയിം വരുന്നത് സെപ്റ്റംബർ 22 മുതൽ. ബയോകോണിൻ്റെ സബ്സിഡറി ബയോകോൺ ബയോളജിക്കൽസിന് 2 ഡ്രഗിൻ്റെ US FDA കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ONGC ആയിട്ടൊരു ഷിപ്പ് റിഗ് റിപ്പയറിംഗ് ഡീലിൽ സൈൻ ചെയ്തിട്ടുണ്ട്. 200 കോടി രൂപ ഡീലാണ്. കൊച്ചി ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. TVS മോട്ടോഴ്സ് CNG 3 വീലർ താൻസാനിയയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് ബെറ്റർ ഗൈഡൻസ് ആണ് ബജാജ് ഫിൻസർവ് ബെറ്റർ ഗൈഡൻസ് ആണ് അടുത്ത വർഷങ്ങളിലേക്ക് നൽകിയിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ്. പൂനാവാല ഫിൻകോർപ്പ് 3.3 കോടി ഷെയറുകൾ 1500 കോടി രൂപയ്ക്കാണ് പ്രൊമോട്ടേഴ്സിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. പൂനാവാല ഫിൻകോർപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. എസ്കോട്ട്സ് കുബോട്ട പുതിയ ഒരു ന്യൂ കമ്പൈൻ ഹാർവസ്റ്റർ മെഷീന് ട്രാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലാണ്. എസ്കോട്ട്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇൻഡോ സോളാർ വാരി എനർജീസ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. സോളാർ കമ്പനി ആയിരുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ നോംസിൻ്റെ ഭാഗമായിട്ട് 14.66% ഓഫർ ഫോർ സെയിലിൽ കൂടെ വിൽക്കുന്നുണ്ട്. ഈ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാൻ പോകുന്നത്. OFSC കൂടെയാണ് വിൽക്കാൻ പോകുന്നത്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് അലംബിക് ഫാമിയാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 1124.54 കോടി രൂപയുടെ സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2293.53 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്.
നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന BSE SME IPO ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. ടെക് ഡി സൈബർ സെക്യൂരിറ്റി ലിമിറ്റഡ് ആണ്. 718.3 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO ഉണ്ട്. iValue Info Solutions ലിമിറ്റഡ് ആണ്. എൻ്റർപ്രൈസസ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഡാറ്റാ സെൻറ്റർ അതുപോലെ തന്നെ ക്ലൗഡ് സൊല്യൂഷൻ സർവീസസ് ഒക്കെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 2 രൂപയാണ് ഫേസ് വാല്യൂ. 299 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. OEM കസ്റ്റമേഴ്സ് ആയിട്ട് 109 കസ്റ്റമേഴ്സ് ഈ കമ്പനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 75.77 ആണ്. ഇക്വിറ്റി ക്യാപിറ്റൽ 10.71 കോടി രൂപ മാത്രമാണ് IPOന് ശേഷം വരുന്നത്. കാരണം കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിലാണ്. 8 ലൊക്കേഷൻസിലെ ഈ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് ഇന്ത്യയിൽ. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണലായിട്ട് ഈ 6 ലൊക്കേഷനിലും പ്രസൻസ് ഉണ്ട്. ഒരു മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. iValue Info Solutions ലിമിറ്റഡ് മെയിൻ ബോർഡ് IPO ആണ്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ JD കേബിൾസ് ലിമിറ്റഡ് BSE SMEയിൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ആണ്. 152 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 800 ആണ് മാർക്കറ്റ് ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു IPO ആണ്. മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് അതുപോലെ തന്നെ കേബിൾസ് ഒക്കെ പവർ ട്രാൻസ്മിഷൻ സെക്ടറിന് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ലോങ് റണ്ണിലും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. കാരണം പവർ സെക്ടർ ഇന്ത്യയിൽ വീണ്ടും വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ലഭിച്ചേക്കാം. അപ്പോൾ BSE SMEയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ് JD കേബിൾസ് ലിമിറ്റഡ്. ഇന്നാണ് ഇഷ്യൂ ആരംഭിക്കുന്നത്. ഇനി നമ്മൾ പുതിയ എയർപോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ജവാർ എയർപോർട്ട് ഇനാഗ്രേഷൻ വരികയാണ് ഒക്ടോബർ 30-ന്. നവി മുംബൈ എയർപോർട്ട് ഇനാഗ്രേഷൻ വരുന്നത് ഈ മാസം 30-നാണ്. അപ്പോൾ 2 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പറേഷൻസ് തീർച്ചയായിട്ടും ഈ ഓപ്പണിങ്ങിന് ശേഷം 45 ദിവസമൊക്കെ എടുത്തേക്കാം. അതുപോലെ തന്നെ ജവാർ എയർപോർട്ട് അത് നോയിഡയിലാണ്. നോയിഡയിൽ നിന്ന് ഫസ്റ്റ് സർവീസസ് ആരംഭിക്കാൻ പോകുന്ന ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ നമ്മുടെ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ഒന്ന് പോസിറ്റീവാണ്. US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രേഡ് റിലേറ്റഡ് ഡിസ്കഷനൊക്കെ അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് ഈ ട്രേഡ് റിലേറ്റഡ് ഡിസ്കഷനിൽ നിന്നെല്ലാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്കുകളുടെ പെർഫോമൻസ് അതുപോലെ തന്നെ സെപ്റ്റംബർ 22-ന് ആരംഭിക്കുന്ന GST റേറ്റ് റിഡക്ഷൻ ഉത്സവ് ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഓവറോൾ ഒരു ബ്രോഡ് ബ്രേസർ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ് ആണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലും അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.